ഹായ് ഹലോ. ഇപ്പോൾ ഈ വർഷത്തെ ആദ്യ വ്ളോഗാണ്. കുറേ ദിവസങ്ങളായിട്ട് വ്ളോഗൊന്നുമില്ല. കൊച്ചൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നായിരുന്നു. 24-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് വന്നായിരുന്നു. ഇനി വരുന്ന വെള്ളിയാഴ്ച കൊച്ചിനെ ഒന്ന് കാണിക്കാൻ പോകണം. കുറച്ച് റിപ്പോർട്ട് കൂടെ വരാറുണ്ട്. അതൊക്കെയാണ് നിലവിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെ കടയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഈ വർഷത്തെ ന്യൂ ഇയർ ഞാൻ തൊടുപുഴയിലായിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടായിമാരുടെ കൂടെ ആയിരുന്നു. അവിടെ പോയി പിള്ളേരുടെ കൂടെയൊക്കെ ന്യൂ ഇയർ ആഘോഷിച്ചു. അങ്ങനെ വളരെ നല്ലൊരു തുടക്കമൊക്കെ തന്നെയായിരുന്നു ഈ വർഷമെന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അവസാനം വളരെ മോശമായ സമയങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അത് കഴിഞ്ഞ് ഈ വർഷം നല്ല ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ അവിടെ പോയി കുറേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പിറ്റേ ദിവസം കടലോട്ട് പോയിരുന്നു. പക്ഷേ നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രി ഇറങ്ങി വന്ന കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി ആഘോഷമായിരുന്നു കേട്ടോ. പിള്ളേരോടെയൊക്കെ ന്യൂ ഇയർ ആഘോഷം നല്ല അടിപൊളിയായിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. എല്ലാ ദിവസവും എൻ്റെ കടയിലായിരുന്നു. ക്രിസ്മസിന് 24-25 എല്ലാം ഞാൻ കടയിൽ പോവുകയാണ് ചെയ്തത്. 24-ാം തീയതി കൊച്ച് ഡിസ്ചാർജ് ആയി വരികയും ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും ഒപ്പം നിന്നവർക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹം മാത്രം. ഇനിയും കൂടെ നിൽക്കുക, ഒപ്പം നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല അതിമനോഹരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും പുതിയ ബിസിനസ്സുകളിലോട്ടൊക്കെ മാറാനും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പുതിയ നിലകളിലോട്ടൊക്കെ പോകാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനകൾ മാത്രം. വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ കടയിൽ പോകാനൊക്കെ തുടങ്ങി. കടയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് വളരെ കുറച്ച് മീനുകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ പൊതുവെ മീൻ കുറഞ്ഞ സമയമാണ്. മീനൊക്കെ നല്ല വിലയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. രാവിലെയൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം നല്ല അടിപൊളിയാണ് പോകാൻ. നല്ല അടിപൊളി തണുപ്പൊക്കെ ഉണ്ട് രാവിലെ പോകാൻ. സത്യം പറഞ്ഞാൽ രാവിലെ പോകാൻ തോന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നല്ല തണുപ്പത്ത് കിടന്നുറങ്ങാനാണ് തോന്നുന്നത്. പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മളങ്ങ് പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ കാറ്റൊക്കെ തുടങ്ങി, നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട് തന്നെയാണ് കേട്ടോ ഇത്. വീടിൻ്റെ അടുത്തെ കാറ്റാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ കടയിൽ അവിടെ ചെന്നപ്പോഴാണ് കടയിൽ നല്ല അടിപൊളി മഞ്ഞ് കയറി നിൽക്കുകയാണ്. ആ പറഞ്ഞെങ്ങാനും ആയാലും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ കൊല്ലം ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും തരണം. നിങ്ങളെ സപ്പോർട്ട് തന്നാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിയാലോ എന്ന് തന്നെ ആലോചിക്കുന്നുണ്ട്. കാരണം സപ്പോർട്ടില്ല മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ